സത്യത്തിൽ സംരംഭകൻ നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട് ടോപ്പ് ലെവൽ മാനേജേഴ്സിന്. അവർ സെയിൽസ് ടീമിനെ വളരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ വിചാരിച്ചത്ര ഒരു സെയിൽസ് കൊണ്ടുവരാനോ റിസൾട്ട് കൊണ്ടുവരാനോ പറ്റുന്നില്ല. ആ സമയത്ത് ഉണ്ടാവും എന്താണെന്നറിയോ, ഇവർക്ക് അധ്വാനിച്ച് കഠിനാധ്വാനത്തിൻ്റെ അങ്ങേത്തല എടുത്തിട്ടും ഇവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. വിചാരിച്ചത്ര ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല. നല്ലൊരു സെയിൽസ് വോളിയം കൊണ്ടുവരാൻ പറ്റുന്നില്ല. റവന്യൂ ആർജിക്കാനും പറ്റുന്നില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഏറ്റവും പുതിയ രീതിയിലുള്ള സെയിൽസിൻ്റെ ടെക്നിക്സ് ഉണ്ടല്ലോ. അതിലെന്ന് പറഞ്ഞാൽ ഒന്ന് കഠിനാധ്വാനത്തിൻ്റെ അല്ല, ഹാർഡ് വർക്കല്ല. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുക തന്നെ ഹാർഡ് ആൻഡ് ബാഡ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ അലങ്കാരികമല്ല അത്. ഇപ്പോൾ ഷാർപ്പ് ആൻഡ് സ്മാർട്ട് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യന്താധുനികമായ സൈക്കോളജിക്കൽ വെപ്പൺസ് ആയുധങ്ങളുണ്ട്. ഇപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, അത് ബ്രെയിൻ ഭാഷ ഉപയോഗിച്ചിട്ട് കസ്റ്റമറെ നമ്മളെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്, ടൂൾ പഠിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഹിപ്നോട്ടിക് സെല്ലിംഗ്, ആളുടെ മനസ്സറിഞ്ഞ് ഉള്ളം മനസ്സിൻ്റെ വികാരങ്ങളിലൂടെ നമ്മുടെ വാക്കുകളെയും നമ്മുടെ ബോഡി ലാംഗ്വേജിനെയും കൊണ്ടുപോയിട്ട് അവരെ നമ്മളിലേക്ക് റേപ്പോ അടുപ്പിച്ചെടുക്കാനുള്ള സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള വഴികൾ. ഇതുപോലെ തന്നെ സൈക്കോളജിക്കൽ സെല്ലിംഗ്, മനഃശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് അവരുടെ മനസ്സ് പിടിക്കാൻ പറ്റും. പേഴ്സണാലിറ്റി വരെ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ എളുപ്പ വഴികൾ ഈ നമ്മുടെ സെയിൽസ് ടീമിനെ പഠിപ്പിച്ചെടുത്താൽ പിന്നെ അവർക്ക് മറന്നു പോകുന്ന വിഷയമല്ല, ഈ കഠിനാധ്വാനത്തിൽ മനമെടുക്കുന്ന വിഷയമല്ല. അതുപോലെ പേടിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇതിൽ നിരാശരാകുന്ന വിഷയമില്ല. അതിപ്പോൾ നമ്മുടെ ഇൻഹൗസിലൊക്കെ ട്രെയിനേഴ്സ് ഉണ്ട്, അവർ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അതൊരു ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടതും കേട്ടതും മടുപ്പുണ്ടാക്കുന്നതുമായിട്ട്, അല്ലെങ്കിൽ ചെറിയ ബന്ധങ്ങളിൽ അലോഗ്യോ, അല്ലെങ്കിൽ ഈ സംരംഭകൻ്റെ കൂലിപ്പെട്ട ആളാണ് ഇദ്ദേഹം എന്ന തോന്നലിലോ ഇവർക്കുണ്ടാവുന്ന ഒരു വിഡ്രോവൽ ഉണ്ട്. അതിനെ നമ്മൾ തരണം ചെയ്താൽ ഇൻഹൗസിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. എങ്കിലും ഒരു 6 മാസം, ഒരു 4 മാസം, അല്ലെങ്കിൽ ഈവൻ ഒരു വർഷത്തിലെങ്കിലും പുറത്തുനിന്ന് നല്ല എക്സ്പേർട്ടുകൾ ഇവർക്ക് ആ തരത്തിലുള്ള കനത്ത ഗാംഭീര്യവും ഗൗരവവും കുറച്ചുകൂടെ അക്യുപ്ഡ് ആക്കുന്ന, അവരെ ഏറ്റവും ലളിത മനോഹരമായി സെയിൽസ് ക്ലോസ് ചെയ്ത് നിരാശയിൽ നിന്ന് വളരെ ആവേശകരമായ ഊർജം സ്വീകരിക്കാൻ പാകത്തിലാക്കുന്ന ട്രെയിനിങ്ങുകളും അവർക്ക് ആവശ്യമുണ്ട്.